CM കിഡ്സ് സ്കോളർഷിപ്പ് LP എക്സാമിനുള്ള കുറച്ച് പ്രധാനപ്പെട്ട GK ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2025 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് ആര്? ആൻസർ റസൂൽ പൂക്കുട്ടി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ K-സ്മാർട്ട്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ സംസ്ഥാനം? കേരളം. ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര്? റസൂൽ പൂക്കുട്ടി. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? KG ശങ്കരപ്പിള്ള. 2025 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? E സന്തോഷ് കുമാർ. 2025 സ്കൂൾ കായിക മേളയുടെ ഭാഗ്യചിഹ്നം? തങ്കു എന്ന മുയൽ. 2025 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം? ചെനാബ് റെയിൽവേ പാലം. രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പുതിയ പേര്? ലോക് ഭവൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്ക് നേർവഴി കാട്ടിയായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോ പരിപാടിയുടെ പേര്? റേഡിയോ നെല്ലിക്ക. സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയ സാഹിത്യകാരനാര്? G ശങ്കരക്കുറുപ്പ്. കേരള സർക്കാർ ഓണത്തെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത് ഏത് വർഷം? 1961. പുതുതായി സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? കൊല്ലം. മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്ഥാപനങ്ങളെ സഹായിക്കാൻ രൂപം നൽകിയ ഏജൻസി ഏത്? ശുചിത്വ മിഷൻ. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ശ്രീനാരായണ ഗുരു. ജനനവും മരണവും അവധി ദിനമായി കണക്കാക്കുന്ന ഒരേയൊരു കേരളീയനാര്? ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യത്തിലേക്ക് പോകും മുമ്പ് വീഡിയോ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായി ആരംഭിച്ച സമരം ഏതായിരുന്നു? നിസ്സഹകരണ സമരം. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഏത് സമരത്തിന്റെ ഭാഗമായാണ്? നിസ്സഹകരണ സമരം. സത്യാഗ്രഹം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സത്യത്തെ മുറുകെ പിടിക്കുക. 1915 ജനുവരി 9 ഭാരതീയ പ്രവാസി ദിനമായി ആചരിക്കാൻ കാരണമെന്ത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന്റെ ഓർമ്മയ്ക്ക്. പയ്യന്നൂരിൽ നടന്ന ഉപ്പു നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട സമരത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനിയാര്? K കേളപ്പൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേരെന്തായിരുന്നു? ശിപ്പായി ലഹള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ 1942 പ്രാധാന്യം എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നിസ്സഹകരണ സമരം ഉയർത്തിയ ആവശ്യങ്ങൾ എന്തായിരുന്നു? വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് ഖാദി വസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുക, ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക, മദ്യം വർജിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യം എന്ത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക.
പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര്? ഡോക്ടർ സലീം അലി. പറക്കാൻ കഴിയാത്ത പക്ഷികളിൽ ഏറ്റവും വലുത് ഏത്? ഒട്ടകപ്പക്ഷി. പെൻഗ്വിനും ഒട്ടകപ്പക്ഷിക്കും പൊതുവായുള്ള പ്രത്യേകത എന്താണ്? പറക്കാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷി ഏത്? ആർട്ടിക് ടേൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? ഭരത്പൂർ പക്ഷി സങ്കേതം. ഭരത്പൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഡോക്ടർ സലീം അലിയുടെ പേരിലുള്ള പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട് പക്ഷി സങ്കേതം. കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി ഏത്? മലമുഴക്കി വേഴാമ്പൽ. ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന ആർട്ടിക് ടേൺ പക്ഷികൾ വഴിതെറ്റാതിരിക്കാൻ ചെയ്യുന്നതെന്ത്? പകൽ സൂര്യനെയും രാത്രിയിൽ നക്ഷത്രക്കൂട്ടങ്ങളെയും ദിശാസൂചകത്തിന് ഉപയോഗിക്കുന്നു. ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്ന നവംബർ 12 ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ സലീം അലിയുടെ. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം ആരെഴുതിയതാണ്? കെ നീലകണ്ഠൻ. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷിയാണ് കഴുകൻ. എന്നാൽ കാഴ്ചശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷി ഏതാണ്? കിവി. പശ്ചിമഘട്ടത്തിന്റെ നാശത്തെക്കുറിച്ച് പഠനം നടത്തിയ റിപ്പോർട്ട് ഏതാണ്? ഗാഡ്ഗിൽ റിപ്പോർട്ട്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാര്? MT വാസുദേവൻ നായർ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി? കൈത്താങ് പദ്ധതി. കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതി? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം? പൂക്കോട് തടാകം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല? പാലക്കാട്. വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? താമരശ്ശേരി ചുരം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: കബനി നദി ഒഴുകുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലൂടെയാണ്? ആൻസർ വയനാട്. ആദ്യം കമൻറ്റ് ചെയ്ത 10 പേരുടെ പേര് പറയാം. ഫിദ ഫാത്തിമ, ഐവീന ഷാജി, ശിവാനന്ദ്, ഹന ഫാത്തിമ, ജിംഷ, ഹിസാൻ MK, അഹമ്മദ് അഫാൻ, മിഷ, ദീപക് ജോർജ്, അന്വയ് M എന്നീ കുട്ടികളാണ്. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: കേരള വാൽമീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര്? കേരള വാൽമീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര്? ആൻസർ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.